ഇറ്റ് ഇസ് എ റേറ്റഡ് വരെ കുറെ സെക്ഷൽ സീൻസ്, കിസ് അടിക്കുന്ന സീൻസ്, ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ വീട്ടുകാരായിട്ട് കാണാൻ ബുദ്ധിമുട്ടുള്ളവര് ദയവ് ഇത് കാണരുത് എന്നേ പറയുള്ളൂ. അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാം. ഇതൊക്കെ വീട്ടുകാരായിട്ട് കാണുമ്പോൾ വീട്ടുകാർ ആ സെൻസിൽ എടുക്കുന്നവരാണെങ്കിൽ അവരെയും വിളിച്ച് കാണിച്ചു കൊടുക്കുക. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു വുമൻസിന് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് ആയിരിക്കും. ഹൊറർ സീരീസ് ബോളിവുഡിൽ നിന്ന് ഒരു ഹൊറർ സീരീസ് OTT റിലീസ് ചെയ്യുന്നുണ്ട്. കോഫ് എന്നാണ് സീരീസിന്റെ പേര്. കോഫ് മീൻസ് ഫിയർ. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. 8 എപ്പിസോഡ് എന്തോ ഉണ്ട്. ഓരോ എപ്പിസോഡും 3/4 മണിക്കൂറോളം ഉണ്ട്. സോ ബാക്കിയുള്ള ഹൊറർ സീരീസിനെ പോലെയല്ല, ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി സീരീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അടിപൊളി സീരീസ് തന്നെയാണ്. സോ യൂഷ്വലി എല്ലാ ഹൊറർ സിനിമയും അല്ലെങ്കിൽ സീരീസ് നോക്കുകയാണെന്ന് വെച്ചാൽ എന്താണ്, കുറെ ജംസ്കേഴ്സും ആ ജംസ്കേഴ്സ് വന്ന് ഈ ഒരു ജോണറിന്റെ ഗ്രോത്തിനെ വരെ ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ നല്ല രസമായിരുന്നു. അതായത് നമ്മൾ പേടിക്കും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സീന് കാണുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് സൈലന്റ് ആക്കുക. അപ്പൊ നമുക്കറിയാം ഒരു സാധനം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന സാധനം പട്ടേന്ന് നമ്മുടെ മുഖത്തേക്ക് വരും. സോ അത് അതിന്റെ ഗ്രോത്തിനെ ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി സാധനമാണ് കോഫ്. സോ സൊസൈറ്റിയിൽ റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഒരു ഹൊറർ സീരീസിൽ മിക്സ് ചെയ്ത് കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാവും, അതാണ് ഈ സീരീസ് പറയുന്നത്. എസ്പെഷ്യലി വുമൻസിന്റെ പ്രോബ്ലംസ്, അതാണ് ഈ സീരീസ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഈ സീരീസിൽ ഒരു ഡൽഹിയിലെ ഒരു ഹോസ്റ്റൽ കാണിക്കുന്നുണ്ട്, ഒരു വുമൻസ് ഹോസ്റ്റൽ. എന്തോ പ്രകൃതിന്നോ എന്താണ് പേര്. അവിടെ വന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് 5 ഫ്രണ്ട്സ് സ്ത്രീകളാണ് താമസിക്കുന്നത്. അതിൽ ഒരു കൊച്ച് പെട്ടെന്ന് മരിക്കുകയാണ്. പിന്നെ ആ കൊച്ചിന്റെ ആത്മാവ് അല്ലെങ്കിൽ പ്രേതം എന്നൊക്കെ പറയുന്നത് ഈ 4 പേരെ ആ ഹോസ്റ്റലിൽ വിട്ട് പുറത്തു പോകാൻ സമ്മതിക്കില്ല. എപ്പോഴൊക്കെ അവര് പുറത്തു പോകാൻ നോക്കണോ അപ്പൊ അവരെ കഴുത്തിൽ കയറിട്ട് മുറുക്കണ പോലെയും ബ്ലഡ് വൊമിറ്റ് ചെയ്യണ പോലെയൊക്കെ തോന്നും. ആ സമയത്താണ് ഗ്വാളിയോർന്ന് ഒരു കൊച്ച്. ആ കൊച്ചിന് ഹോണ്ടഡ് പാസ്റ്റ് ഉണ്ട്. എന്തോ മോണിക എന്ന് എന്തോണ് ആ ശരിക്കും ആളുടെ പേര്. ആ കൊച്ചിന് ഹോണ്ടഡ് പാസ്റ്റ് ഉണ്ട്. ആ കൊച്ചു വന്നിട്ട് ഈ റൂമിൽ താമസിക്കും. പിന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതൊരു ഹൊറർ ത്രില്ലർ സീരീസിന് പകരം കുറെ ജോണേഴ്സിന്റെ ഒരു മിക്സ് ആണ് പറയാം. കുറെ സബ് പ്ലോട്ട്സ് ഉണ്ട്. അതായത് ഈ 4 കൊച്ചുങ്ങളുടെ കഥ പറയും. അതേ സമയത്ത് തന്നെ വന്നിട്ട് ആ മറ്റേ ഗോളിയോർ എന്ന് വന്ന ആ ഒരു കൊച്ചിന്റെ കഥ പറയും. അവിടെയുള്ള ഒരു വാർഡന്റെ ഫ്രണ്ടിന്റെ കഥ പറയും. അതേപോലെ തന്നെ ഒരു സീരിയൽ കില്ലർ, ബ്ലാക്ക് മാജിക് ഒക്കെ നടത്തിയിട്ട് ഒരു സീരിയൽ കില്ലിങ്സ് നടത്തുന്ന ഒരു കില്ലറിന്റെ കഥ പറയുന്നത്. കുറെ പേരുടെ കഥ പറയുന്നുണ്ട്. ആൻഡ് ടോപ്പ് പരിപാടി എന്താ വെച്ചാൽ ഇതിന്റെ റൈറ്റിംഗ് ആണ്. കിഡിലൻ റൈറ്റിംഗ് ആണ്. സോ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത 1-2 ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്കിത് കണ്ടപ്പോൾ അടിപൊളിയായിട്ടാ തോന്നിയിട്ടാ. നമുക്ക് വേണമെങ്കിൽ സ്ലോ ബേൺ ത്രില്ലർ എന്നൊക്കെ പറയാം. നല്ലോണം ക്ഷമ വേണം. ക്ഷമയില്ലാത്തവർ ഇത് കണ്ടിട്ട് കാര്യമില്ല. 8 എപ്പിസോഡ്, ഓരോ എപ്പിസോഡ് 3/4 മണിക്കൂറോളം നല്ലോണം അവരിട്ട് വലിപ്പിക്കും. പക്ഷെ വൺസ് നമ്മൾ ആ ഒരു ഇതായിട്ട് ഇഴുകി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ അടിക്ക് ഇരുന്ന് കാണാവുന്നതേ ഉള്ളൂ. സോ ഇതിൽ എനിക്ക് ചില കാര്യങ്ങളിലോടൊന്നും ഒരു തൃപ്തിയൊന്നും വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയില്ലേ, എവിടെ കണ്ടതാണ് ഡർക്കെ ആകെ ജീത് ഹെ, അതേപോലെ തന്നെ ഡർക്കെ പീച്ചെ മർദ് ഹെ. സ്ത്രീകളുടെ ഒരുവിധ എല്ലാ പേടിക്കും പിന്നില് ആണുങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് ഈ പടം പോണത്. നമുക്കത് ജനറലൈസ് ചെയ്ത് പറയണോണ്ട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഒരു 7-8 ആണുങ്ങളെ കാണിക്കുന്നുണ്ട്. ആ 7-8 ആണുങ്ങൾ ഒന്നെങ്കിൽ വന്നിട്ട് കാമപ്രാന്തന്മാരായിരിക്കും ഇതിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈവിൾ സൈഡ് സ്ത്രീകളെ ദ്രോഹിക്കണം പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. സ്ത്രീകൾ കാരണം ആണുങ്ങൾക്കും കുറെ ട്രോമയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്താ ആരും പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സോ ചില സീൻസ് ഒക്കെ ഉണ്ട് നമുക്ക് കണ്ടുമ്പോൾ ഛർദിക്കാൻ വരെ വരും. അതായത് ബസ്സിൽ പോകുമ്പോൾ ഈ പെണ്ണുങ്ങളെ ജാക്കി വെക്കുക, എന്നിട്ട് അവന്മാരെ മറ്റടുത്ത് പേസ്റ്റ് എടുത്തിട്ട് ഇവര് ഡ്രസ്സിൽ തുടയ്ക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഐ വാസ് ലൈക്ക് ലിറ്ററലി വൊമിറ്റിംഗ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ്. സോ ഇതിന്റെ ടുവേർഡ്സ് എൻഡിൽ വരുന്ന ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലീശേ പരിപാടി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പെർഫോമൻസ് ഈച്ച് ആൻഡ് എവരി വൺ കിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. അത്ര അടിപൊളിയായിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഈ സീരീസിലുണ്ട്. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അതിനെ പറയാം, ഇതിന്റെ റൈറ്റിംഗ് ടോപ്പ് നോച്ച് സാധനമാണ്. സോ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ത്രില്ലർ ഹൊറർ സീരീസ്, അതായത് ഈ കൂടുതൽ ജംസ്കേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ സൊസൈറ്റിയിലുള്ള റെലവെന്റ് ഇഷ്യൂസിനെ വെച്ചിട്ട് ഒരു ഹൊറർ ത്രില്ലർ സീരീസ് കാണണം വെച്ചാൽ കണ്ടു നോക്കാവുന്ന ഒരു അടിപൊളി സീരീസ് ആണ്. ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലവർക്ക് മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ്. സോ ഇതിൽ മറ്റേ ഞാൻ പറയില്ല, മോണിക്ക പറഞ്ഞ ആ ഒരു കൊച്ച്, എന്താ മോണിക്ക എന്തോ പൻവാറോ അങ്ങനെ എന്തോ ആളുടെ പേര്, ആളായിരുന്നു. പട്ട പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഇതിൽ കാണിച്ച ആണുങ്ങൾക്കൊക്കെ ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡ് ഉള്ള പോലെയാണ് കാണിക്കുന്നത് ടുവേർഡ്സ് എൻഡ്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ദിസ് ഇസ് എ റേറ്റഡ് വരെ കുറെ സെക്ഷൽ സീൻസ്, കിസ് അടിക്കുന്ന സീൻസ്, ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ വീട്ടുകാരായിട്ട് കാണാൻ ബുദ്ധിമുട്ടുള്ളവര് ദയവ് ഇത് കാണരുത് എന്നേ പറയുള്ളൂ. അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാം. ഇതൊക്കെ വീട്ടുകാരായിട്ട് കാണുമ്പോൾ വീട്ടുകാർ ആ സെൻസിൽ എടുക്കുന്നവരാണെങ്കിൽ അവരെയും വിളിച്ച് കാണിച്ചു കൊടുക്കുക. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു വുമൻസിന് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് ആയിരിക്കും. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഓൾ ലാംഗ്വേജിൽ അവൈലബിൾ ആണ്.
സോ ആമസോണിന്റെ ഒരു ഒറിജിനൽ സീരീസ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ ആമസോണിന്റെ ഒറിജിനൽ സീരീസ് ഒന്നും അത്ര ഡിസപ്പോയിന്റ്മെന്റ് ഒന്നും തരില്ല യൂഷ്വലി. പക്ഷെ എനിക്കിത് പെട്ട സാധനമായിട്ടാണ് തോന്നിയത്. സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നൊക്കെ പറയില്ലേ, അതായത് യൂഷ്വൽ ആയിട്ട് വരുന്ന സ്റ്റൈല് ബ്രേക്ക് ചെയ്തിട്ട് ഒരു വെറൈറ്റി സാധനം. ഒരിക്കലും ജംപ് സ്കെയർസും അതേപോലെ തന്നെ ഈ സ്വീറ്റ് ഓഫ് ദ എഡ്ജ് ത്രില്ലർ പോലുള്ള കോൺചറിങ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് പോകരുത്. ആ സാധനമല്ല, ദിസ് ഇസ് സംതിങ് അൺയൂഷ്വൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ട്രൈ.